സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് കൂടിയെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ 6.19% നേട്ടം രേഖപ്പെടുത്തി. കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതത്തിൽ വലിയ കുറവുള്ളപ്പോഴാണ് കേരളത്തിന്റെ നേട്ടം എന്ന പ്രത്യേകതയുണ്ട്. അതേസമയം സംസ്ഥാനത്തെ ധനസ്ഥിതി പരിതാപകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് PD സതീശൻ കുറ്റപ്പെടുത്തി. നാളെയാണ് സംസ്ഥാന ബജറ്റ്. ധനമന്ത്രി KM ബാലഗോപാൽ നാളെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചത്. കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം 6.15% കുറഞ്ഞിട്ടും മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ 6.19% നേട്ടം രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ വരുമാനത്തിലും 0.3% വർധനവുണ്ട്. ധനക്കമ്മി 3.02% നിന്ന് 3.86% ഉയർന്നു. റവന്യൂ കമ്മിയും കൂടി 1.69% നിന്ന് 2.49% അതേസമയം സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി പരിതാപകരമാണെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. പ്ലാൻ പോലും നടപ്പിലാക്കാൻ പറ്റാത്ത സർക്കാർ എന്തിനാണ് സർ നയപ്രഖ്യാപനവും ബജറ്റും മറ്റ് നടപടികളിലേക്കും പോകുന്നത്? നാളെ അവതരിപ്പിക്കുന്ന രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ബജറ്റ് ജനപ്രിയമാകുമെന്നാണ് പ്രതീക്ഷ. ജനങ്ങൾക്ക് പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ബഡ്ജറ്റും ശ്രമിച്ചിട്ടുണ്ട്. ഈ ബഡ്ജറ്റിലും കേരളത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ വിഭാഗങ്ങൾക്കും അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കുന്ന ബഡ്ജറ്റായിരിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.